ഇതിലെ കഥയും കഥാപാത്രങ്ങളും ആരുമായി ബന്ധമുള്ളതല്ല. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു നാടുവഴിയുടെ കഥ. അങ്ങനെ അദ്ദേഹം അവിടെ തുറങ്കിലായ ആളെ കാണാൻ ചെല്ലുകയും അയാളെ അവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇയാളുമായി സംവാദത്തിൽ ഏർപ്പെടുകയും എനിക്ക് എങ്ങനെയാണ് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത ദ്രോഹത്തിന് ഉള്ള ശിക്ഷയാണിത്. നിങ്ങളിതിന് അനുഭവിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ദ്രോഹിച്ച ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് കുറേ നാൾ കൂടി ആയുസ്സുണ്ടാകുമെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അദ്ദേഹം പാവം ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പണങ്ങളും മറ്റ് ധാന്യങ്ങളും എല്ലാം അദ്ദേഹം കൊടുക്കുകയാണ്. അദ്ദേഹം അങ്ങനെ കുറേ നാൾ ആദ്യമൊക്കെ കൊടുക്കുന്ന സമയത്ത് തീരെ ഇഷ്ടമില്ലാതെയായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നു. പിന്നീട് പക്ഷേ അദ്ദേഹം ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ നന്മ കണ്ട് അദ്ദേഹത്തിന് മാനസാന്തരം വന്ന് അദ്ദേഹം നല്ലവനായി മാറുകയും നല്ലപോലെ പിന്നീട് രാജ്യം ഭരിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ശാപം മാറുകയും ചെയ്തു. ഇതുകൊണ്ട് ഈ കഥ നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം അടുത്തൊരു കഥയുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.